ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടാണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സൂപ്പറായിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് പറയാം. ഒന്ന് ഡ്രിങ്കും ഒന്ന് ഫ്രൂട്ട് സലാഡുമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതുമാത്രമല്ല നമ്മുടെ പുതിയ ഗീവ് അവേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡ് ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വെർമസെല്ലി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഡ്രിങ്കും ഫ്രൂട്ട് സലാഡും കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് നമ്മൾ വെർമസെല്ലി അതായത് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സാണോ ഉള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ, ഒന്ന് വൈറ്റായിട്ട് വരുമല്ലോ, അതുവരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് കുറച്ച് കുറുക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുക്കുക, അതായത് വെള്ളം ഒന്നും ചേർക്കാത്ത 2 കപ്പ് പാലെടുക്കാം. ഇനി നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചാൽ ആ ഒരു വെർമസെല്ലിയുടെ സേമിയയുടെ മിക്സ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കളറല്ല, കുറച്ചും കൂടെ കളറൊന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അത് മാത്രമല്ല, ഇതിൽ കൂടെ നമ്മൾ വേറൊരു ഐറ്റവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1/4 കപ്പ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വീട്ടിൽ ചെയ്ത കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കട്ടയെല്ലാം മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാലിലോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ മിക്സ് ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പോളം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകുന്ന സമയം കൊണ്ട് നമ്മുടെ പുതിയ ഗീവ് അവേയുടെ കാര്യം പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി സാധാരണ നമ്മൾ 1 ഡേ ഗ്യാപ്പിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, രാവിലെ 10 മണിക്ക്. അപ്പോൾ ഇനി മുതൽ ഡെയിലി നമ്മൾ ഈ ഒരു നോമ്പ് തീരുന്നത് വരെ ഡെയിലി നമ്മൾ 10 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്കാണ്. അപ്പോൾ ആദ്യത്തെ 100 കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസായിട്ട് കൊടുക്കുന്ന ഇലക്ട്രിക് ബീറ്റർ തന്നെയാണ്. പിന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വഴിയോ മെയിൽ വഴിയോ ഫോട്ടോ ഷെയർ ചെയ്യാം. ഫോട്ടോസ് എല്ലാം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന സമയം ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. നമുക്കതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കാം. അപ്പോൾ എല്ലാവരുടെ സമയം പരിഗണിച്ച് നമുക്ക് ഈ ഒരു മാസം ആ ഒരു ടൈമിൽ വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഒരു കുറുക്കി വന്നിട്ടുണ്ട്, ആ ഒരു കസ്റ്റാർഡും സേമിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് കുറുക്കി എടുക്കേണ്ട. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഞാൻ എടുത്ത വീഡിയോ കട്ടായി, എനിക്ക് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിലുള്ള ആപ്പിളും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ നമുക്ക് വയറും നിറയും, അതുപോലെ തന്നെ മനസ്സും നിറയുമെന്ന് പറയില്ലേ, അത്രയും നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു റോസ് മിൽക്ക് ഡ്രിങ്കാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സബ്ജ സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ട് ഒരു മോറീസിൻ്റെ പഴം ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത്തപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ പകുതി ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ തണുത്ത 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കട്ടപ്പാലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കട്ടപ്പാൽ ചേർക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അധികം തണുപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് അത്യാവശ്യം തണുത്ത പാൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ കട്ടിക്കല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് കട്ടി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിലോട്ട് നമ്മൾ നല്ലപോലെ തണുത്ത 3 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ പാല് ചേർക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച പാല് ചേർക്കാൻ നോക്കുക. തിളപ്പിച്ചതിന് ശേഷം പാൽ ഉപയോഗിക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ നമ്മൾ ഡ്രിങ്ക്സിനൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ എസൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈഗർ ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഏകദേശം ഒരു 3 മുതൽ 5 ഡ്രോപ്സ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു അളവിനാണെങ്കിൽ. ഇനി ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പോമോഗ്രാനൈറ്റും കൂടെ, അതായത് മാതളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷന് മാതളം ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് മാതളമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ചുള്ള സബ്ജാ സീഡ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാതളവും ഈ ഒരു സബ്ജാ സീഡൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ക്രീമി കൺസിസ്റ്റൻസി ആവും. കുടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ ഈ 2 ഡ്രിങ്ക് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് വയറൊക്കെ നല്ലതുപോലെ ഫില്ലാവും, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് കാണാം. അപ്പോൾ സമയത്തിൻ്റെ ആരും മറക്കണ്ട. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.